ഞാൻ ചെന്ന് അവരോട് മാപ്പ് പറയണോ? അതിന് ഞാൻ നീ രണ്ടാമത് ഒന്നുകൂടി ജനിക്കണം. ഞാൻ പണം മുടക്കി വാങ്ങിയ ബസ്സാണെങ്കിൽ ഞാനത് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് സർക്കാരും പോലീസും എന്തിനാ? ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിനെ ഒന്ന് വേണം. ശരി, വേഗം വിളിക്കും. ഹലോ, തമ്പിയല്ലേ? ഞാൻ മത്തായി. ഞാൻ അവിടെ ചെന്ന് മാപ്പ് പറയാതെ അവര് ബസ് വിട്ടുതരില്ലത്രേ. ആ, ബസ് കൊണ്ടുവരാൻ പോയ പോലീസുകാർ തിരിച്ചു വന്നു. DSPയോട് എന്താ ആലോചിക്കാൻ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ലീവിലല്ലേ? പോലീസ് പാർട്ടിയോട് ഒന്നിച്ച് നിങ്ങൾ പോയാൽ മതി. ഇതെന്റെ പ്രശ്നത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്റെ ബസ് ഇവിടെ കൊണ്ടു തരാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അത് പറയണം. ഞാൻ വേറെ മാർഗം നോക്കിക്കോളാം. ശരി, എങ്കിൽ വേഗം പോണം. എന്തിനാദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി? തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ? മോളെ, മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാനാ? ആ ബാബാ. ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണോന്ന് പറയുന്നു? ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ. അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചു തരും. ആ മോളെ, ദാ നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ആ ക്ലാരമ്മേ, ആ അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി അറപ്പിൽ ഔസേപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? തന്നെ. അച്ഛൻ ഉടനെ അങ്ങോട്ടൊന്ന് വരണം. എന്താ, എന്ത് പറ്റി? ബസ് കൊണ്ടുപോകാൻ വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടറും കുറെ പോലീസുകാരും വന്നിട്ടുണ്ട്. നാട്ടുകാരും കൂടിയിട്ടുണ്ട്. പോലീസുകാർ തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ എന്താ സാർ? ഞങ്ങൾ ഈ ബസ് കൊണ്ടുപോകാൻ വന്നതാണ്. അച്ഛൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടനെ ചെയ്യണം. 10 മിനിറ്റ് സമയം ഞാൻ തരുന്നു. അത് കഴിഞ്ഞാൽ ബസ് ഞാൻ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ ഫോഴ്സോടും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള തോക്ക് കണ്ടല്ലോ. ഇത് കളിത്തോക്കല്ല, അത് മറക്കാതിരുന്നാൽ നന്നു. ശരി, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവർ ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ ആയുധങ്ങളുമായി വരുന്നവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ പറ്റോ? ന്യായത്തിന്റെയും നീതിയുടെയും മുമ്പിൽ തോറ്റുകൊടുക്കാം. അനീതിയുടെയും ധിക്കാരത്തിന്റെയും മുമ്പിൽ തോറ്റെടുക്കുന്നതിനേക്കാൾ ഭേദം മരണമല്ലേച്ചോ? ആദർശം പറയാനുള്ള സമയമല്ല സണ്ണി ഇത്. ജനങ്ങൾ ആകെ എളിയിരിക്കുകയാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ പറഞ്ഞ ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാതെ ബസ് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലെങ്കിൽ ബസ് വിടണമെന്ന് ഇവര് പറയട്ടെ. മത്തായി മുതലാളിക്ക് പണം ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പണത്തെക്കാൾ വലുതാണ് വെച്ചോ അഭിമാനം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ബസ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരു 5 മിനിറ്റ് സമയം കൂടെ തരണം സാർ, ഞാൻ ശരിയാക്കാം. ഒരു നിമിഷം എനിക്ക് ആക്കാനാവില്ല. ബസ് കൊണ്ടുപോകാന്ന് ഞാൻ നോക്കട്ടെ. സർ, ഞങ്ങൾ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല. അല്പസമയം കൂടെ.
അടിക്കുന്നു. ഞാൻ പോയി അവരെ സമാധാനിപ്പിക്കട്ടെ. കൂട്ടുപണി അടിക്കുകയാണ്. ആൾ ഓടിക്കൂടിയാൽ വളരെ ആപത്താണ്. നിങ്ങൾ രണ്ടുപേരും പോയി ആ ഡെഡ് ബോഡി എടുത്ത് ജീപ്പിൽ കെട്ടു. നിങ്ങൾ പോയി ആ ബസ് വലിയ പഠിക്കും. ആ ബാക്കിയുള്ള രണ്ടുപേരും വരും. Be quick. അച്ചോ അച്ചോ, എന്താ വരുമാനം നമ്മളെ? പോലീസ് ഇനിയും വരും അച്ചോ. വെടിവെപ്പും പോലീസ് സ്റ്റേഷൻ കത്തിക്കലും ഒക്കെ നടന്നതല്ലേ. ഇനി ഇതിന്റെ പേരിൽ കേസെടുക്കലും വാർഡ് പരിശോധനയും ഒക്കെ ഉണ്ടാവും. ആണുങ്ങളെല്ലാം വീട്ടിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ എല്ലാത്തിനും തല്ലി എല്ലാം ഒടിച്ചു കളയും. അവരെങ്ങോട്ട് മാറണമെന്നാ പരമാനന്ദ പിള്ള പറയുന്നത്. ഇപ്പൊ തന്നെ എല്ലാരും പേടിച്ചു വറച്ച് കഴിയുക. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്നൂടെ മാറി താമസിക്കണമെന്ന് എങ്ങനെയാ പറയുക? മാറിയില്ലെങ്കിൽ ആപത്താണ് അച്ചോ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഞാൻ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. വരട്ടേച്ചോ. Follow. Be ready. Come on. അകത്തേരി ഒളിച്ചിരിക്കുകയാണല്ലേ? ഒളിച്ചിരിക്കുന്നു. അതിന്റെ ആവശ്യം? ഇവിടെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കുശിനിക്കാരനുണ്ടായിരുന്നു. അവർ നാട്ടിലേക്ക് പോയിരിക്കാൻ. നോ, അച്ഛൻ നുണ പറയാം. അക്രമികളെയൊക്കെ ഇതിനകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പുരോഹിതനാണ്. അക്രമികളും എന്റെ മുമ്പിൽ വരുമായിരിക്കാം. പക്ഷേ അവരെ ഒളിച്ചു വെച്ച് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഓ, ഒരു പുരോഹിതൻ. ഇവിടെ നടന്ന എല്ലാ അക്രമങ്ങൾക്കും ഉത്തരവാദി അച്ഛനാണ്. പള്ളിമണി അടിച്ച് ആളെ കൂട്ടിയതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ഔട്ട് പോസ്റ്റിൽ എത്തിച്ചതും വെടിവെപ്പിലിടയാക്കിയതുമല്ലേ നിങ്ങളല്ലേ? വേഗത്തിൽ പറഞ്ഞതുകൊണ്ടോ ഒച്ച വെച്ചു പറഞ്ഞതുകൊണ്ടോ അസത്യം സത്യമാകണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അസത്യമാണ്. പോലീസ് സ്റ്റേഷൻ കത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അറിയാം. ചോദിച്ചു നോക്ക്. നിർത്തുകയാണ് നിങ്ങളുടെ പ്രസംഗം. മുറികളെല്ലാം പരിശോധിക്കും. എന്തായി? എത്ര പേരെ കിട്ടി? വെല്ലുവിളിയാണല്ലേ? എത്ര പേരെ കിട്ടുമെന്ന് കാണിച്ചു തരാം.